ബത്തേരിയിലെ കോൺഗ്രസ് ക്യാമ്പ് ശരിക്കും നിലവിലുള്ള കോൺഗ്രസ് അധ്യക്ഷനെയും നേതാക്കന്മാരെയും പൊരിച്ചെടുക്കുന്നതായിരുന്നു. ഒരു പരിധിയോളം പങ്കെടുത്ത നേതാക്കന്മാരിൽ ഭൂരിഭാഗം പേരും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനാണ് ബത്തേരി ക്യാമ്പ് ഉപയോഗപ്പെടുത്തിയത്. കൂടോത്ര ചർച്ചയും അതോടൊപ്പം തന്നെ അതായത് കോൺഗ്രസിന് ചെയ്യാത്ത വോട്ടും വരാത്ത വോട്ടുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഈ ചർച്ചാ വിഷയത്തിലെല്ലാം വളരെ ചിരി പടർത്തുന്ന കാര്യങ്ങളാണ് കൂടുതലും നടന്നതെന്ന് ക്യാമ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഉദ്ഘാടനത്തിന് കെ.സി. വേണുഗോപാലിനെ ക്ഷണിക്കുന്നതിന് പകരം കെ. സുധാകരൻ ചർച്ച തുടങ്ങാൻ ആളെ ക്ഷണിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചത്. ഇത് വലിയ തോതിൽ ക്യാമ്പിൽ ചിരി പടർത്തിയിരുന്നു. തുടർന്ന് നടന്ന ആചാരപരമായ വെടിക്കെട്ട് എന്ന് പറയാവുന്ന രീതിയിൽ നടന്ന പ്രസംഗങ്ങളിലുടനീളം വലിയ തോതിൽ കോൺഗ്രസിന്റെ കെ. സുധാകരൻ അടക്കമുള്ളവരെ പൂരിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂരിൽ നടന്നത് വരാത്ത വോട്ട് എത്ര, അല്ലെങ്കിൽ തൃശ്ശൂരിൽ പോൾ ചെയ്യാത്ത വോട്ടിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്ന വിഷയമാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ മുന്നോട്ട് ഒരു പ്രമേയം പോലെ വച്ചപ്പോൾ ഇവർക്ക് അതിൽ നിന്നും തടിയൂരാൻ കഴിഞ്ഞില്ല. 2019 കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ ഈ പ്രാവശ്യം ലഭിക്കാതിരുന്നത് കോൺഗ്രസിന്റെ പരാജയമാണ് അവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ യഥാർത്ഥത്തിൽ മുരളീധരനല്ല തോറ്റത്, കോൺഗ്രസ് പാർട്ടിയാണെന്ന് മനസ്സിലാക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു. കൃത്യമായ രീതിയിൽ യാതൊരുവിധ അവലോകനങ്ങളോ കൃത്യമായ രീതിയിൽ വാർഡ് തലത്തിലെല്ലാം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള മേൽഘടകങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ അവിടെ പുഷ്പം പോലെ പറത്തിക്കളയുന്ന കാഴ്ചയാണ് ഓരോ ബുക്കിലും മൂലയിലും കണ്ടതെന്ന് നേതാക്കൾ തുറന്നടിച്ചു. കെ. മുരളീധരനെ തകർക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് വലിയ തോതിൽ തിരിച്ചടി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം മുരളീധരൻ തോൽക്കുമ്പോൾ മുരളീധരനല്ല, കൈപ്പത്തി ചിഹ്നമാണ് അവിടെ തോറ്റതെന്നും അതോടൊപ്പം കോൺഗ്രസ് ആണ് തോറ്റതെന്നുമുള്ള വിവരങ്ങളാണ് വലിയ തോതിൽ പുറത്തേക്ക് വന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാതെ പോയ വോട്ടിൽ ബഹുഭൂരിപക്ഷവും തങ്ങളുടേതാണ് എന്ന് ഈ നേതാക്കന്മാർ തുറന്നടിച്ചു. അതായത് ക്യാമ്പിൽ പങ്കെടുത്ത സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് വച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ തോറ്റത് തൃശ്ശൂരിൽ തന്നെയാണ്. കാരണം 2019 വോട്ടിങ്ങിന്റെ പാറ്റേണിലുണ്ടായ കുറവ് വലിയ തോതിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ചിന്തിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളടക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് കൊടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറഞ്ഞ വോട്ടുകൾ തദ്ദേശ വാർഡുകളിലായി വീതിച്ചു നോക്കിയാൽ മാത്രം മതി എത്രമാത്രം പിന്നിലാണെന്ന് മനസ്സിലാക്കാമെന്ന് ഇതിന് ഉദാഹരണ സഹിതം അവർ വ്യക്തമാക്കുന്നു. അത് കൃത്യമായ ഫീൽഡിൽ നിന്നുള്ള അനലൈസ് ആണ്. കാരണം അതൊരിക്കലും തെറ്റാനിടയില്ല. അതിന്റെ കാരണം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനെ തള്ളിക്കളയാനും യാതൊരുവിധ സാഹചര്യവും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. ഇതെല്ലാമാണ് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ തോതിൽ ചർച്ചയായ പ്രധാന വിഷയങ്ങൾ. അതുപോലെ തന്നെ ക്യാമ്പ് തുടങ്ങിയപ്പോൾ മുതൽ ചിരി പടർത്തിയ വിഷയങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കെ.സി. വേണുഗോപാലിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ച രീതി. ചർച്ച നടത്താൻ ക്ഷണിക്കുന്നു എന്നാണ് കെ.സി. വേണുഗോപാലിനെ ക്ഷണിച്ചുകൊണ്ട് കെ. സുധാകരൻ പറഞ്ഞത്. ഉദ്ഘാടനത്തിന് എത്തേണ്ട ഒരു നേതാവിനെ ക്ഷണിക്കേണ്ട ശരിയായ മര്യാദ പോലും പാലിക്കാത്ത രീതിയിലുള്ള തുടക്കം തന്നെ വലിയ തോതിൽ കല്ലുകടിയിലായിരുന്നു. അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരും മുരളീധരൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് വലിയ തോതിൽ ചർച്ചയ്ക്ക് കാരണമായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ, ശരത്ചന്ദ്ര പ്രസാദ്, കെ.സി. ജോസഫ് അടക്കമുള്ളവരാണ് കൂടോത്ര വിഷയത്തിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. കാരണം നാണം കെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലാണ് നേതൃ ക്യാമ്പുകൾ അടക്കം എന്നുള്ള ഷാനിമോൾ ഉസ്മാന്റെയും അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദിന്റെയും കെ.സി. ജോസഫിന്റെയും എല്ലാം ചർച്ചയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ വലിയ തോതിൽ ചിരി പടർത്തുന്നതും ഗൗരവം നിറഞ്ഞതുമായിരുന്നു. നെഹ്റുവിന്റെ പിൻഗാമികളായി വന്ന കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അന്ധവിശ്വാസം പടർത്താൻ ശ്രമിക്കുന്നത് വലിയ തോതിൽ ഗുണം ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്നായിരുന്നു ആദ്യത്തെ ചർച്ചയുടെ തുടക്കം. ഈ ചർച്ച തന്നെ വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടന്നത്. അതായത് KPCC അധ്യക്ഷനെ അടക്കം കൃത്യമായിട്ട് ആ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരുതരം ചർച്ചയായിരുന്നു ശരിക്കും കൂടോത്ര വിഷയത്തിൽ സംഭവിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താനെയും വെറുതെ വിടാൻ ആരും തയ്യാറായില്ല. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ, അദ്ദേഹത്തിന്റെ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളിലും വലിയ തോതിലുള്ള ചർച്ചയ്ക്കാണ് കളമൊരുങ്ങിയത്. അതുപോലെ തന്നെ ക്യാമ്പിൽ വ്യക്തിപരമായ ഒരു വിമർശനവും നടന്നിട്ടില്ലെന്നും തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ നീക്കമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും കെ സുധാകരൻ, TN പ്രതാപനും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു.
ഇവരറിയിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്കും വാർത്താ ചാനലുകൾ അടക്കമുള്ള മറ്റു മീഡിയകൾക്കെല്ലാം ലഭിക്കുന്നത്. അതാണ് അവർ വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ സംപ്രേഷണം ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ചർച്ചയാണ് നടന്നിരുന്നത്. ഇതിനിടെ കെ എം മുരളീധരൻ പറഞ്ഞിരുന്നു, തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, കഴിഞ്ഞുപോയ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാമ്പിൽ പോകാതിരുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ വലിയ തോതിലുള്ള ചർച്ചകൾ അവിടെ നടന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് അത് നിങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തവരോട് ചോദിക്കണമെന്നുള്ള മറുപടിയാണ് മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ബത്തേരിയിൽ നടത്തിയ ക്യാമ്പ് നിലവിലുള്ള UDF സംവിധാനത്തെ ഉണർത്താൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാണ് നടത്തിയതെങ്കിൽ തിരിച്ച് വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്നാണ് ഒരു പരിധി വരെയുള്ള സമ്മേളന അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത പ്രതിനിധികൾ തന്നെ അവകാശപ്പെടുന്നത്. ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് കച്ചകെട്ടി ഇറങ്ങാൻ പോകുന്ന കോൺഗ്രസിന് വലിയ തോതിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.